ഓക്കെ, ശ്രദ്ധിച്ചോ? അപ്പൊ നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട ആ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം നമ്മള് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിലുള്ള കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുതിയ ആൾക്ക് വേണ്ടിയും എല്ലാവർക്കും ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ അടുത്ത എക്സാമിന് വേണ്ടി ഒന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താ, ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. നമ്മളെ ചാപ്റ്റർ ഹെഡിങ് തന്നെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അത് നമ്മൾ ഡിഫറെന്റ് ഇഫക്ട്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിഫറെന്റ് ഇഫക്ട്സ് ആർ ദർ. ഫസ്റ്റ് ഇഫക്ട് ഇസ് എന്തെല്ലാം ഇഫക്ട്സ് ആ ഉള്ളത് പറഞ്ഞോ. വാട്ട് ആർ ദ ഡിഫറെന്റ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? പറ. ഹീറ്റിംഗ് എഫക്ട്, ഹീറ്റിംഗ് ഇഫക്ട്, മെക്കാനിക്കൽ ഇഫക്ട്, ലൈറ്റ് ഇഫക്ട് ആൻഡ് കെമിക്കൽ ഇഫക്ട്. ഓക്കെ, വെരി ഗുഡ്. കെമിക്കൽ ഇഫക്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റത്തെ കോളത്തിലാകെ പഠിച്ചത് നമ്മൾ കുറെ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു 4 ഇഫക്ട്സ് ആണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. ഫസ്റ്റ് കോളം നമ്മൾ ഇതിലുള്ള ഒന്നാമത്തെ ടേബിളിൽ പഠിച്ചത് ഡിവൈസ്, യൂസ്, എനർജി, ചേഞ്ച്. അപ്പൊ ഇതിൽ 4 ഇഫക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയാം ഒന്നും കൂടെ. ഏതെല്ലാം ഇഫക്ട്സ് ആണ് പഠിച്ചത്? നമ്മൾ പഠിച്ച ഇഫക്ട്സ് ഇലക്ട്രിക്കൽ ഇഫക്ട്, ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ഓരോ കറണ്ടിന്റെ ഡിഫറെന്റ് ഇഫക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ഇഫക്ട് എന്ന് പറഞ്ഞത് ലൈറ്റ് ഇഫക്ട് അല്ലെ, ലൈറ്റിംഗ് ഇഫക്ട്. സെക്കൻഡ് ഇഫക്ട് ഹീറ്റിംഗ് ഇഫക്ട്. തേർഡ് വൺ കെമിക്കൽ ഇഫക്ട് ആൻഡ് ദെൻ mechanical effect. So these are the 4 effects that we discussed in first chapter. 4 effects of electric current. And the energy change in all these effects and devices which works on this effects are നോക്കോ. അപ്പൊ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇതിൽ ഓരോന്നിന്റെ ഡിവൈസിന് എക്സാമ്പിൾ പറയണം. പിന്നെ അതിൽ നടക്കുന്ന എനർജി ചേഞ്ചസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വാട്ട് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഡിവൈസ് വിച്ച് provide light effect? Bulb alle. So different bulb we have already discussed. So bulb provides light effect. And what is the energy change in bulb? Electrical energy converted to ലൈറ്റ് എനർജി. ഇലക്ട്രിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. നമ്മൾ ഈ യൂസ്ഫുൾ ഫോം മാത്രമേ പറയുന്നുള്ളൂ. ഇലക്ട്രിക്കൽ എനർജിന്റെ കൂടെ കുറച്ച് ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് എനർജിയാണ്. മറ്റേ ഹീറ്റ് ആയിട്ട് പോകുന്നത് വേസ്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. എനർജി ലോസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഇലക്ട്രിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി ഇൻ ഇലക്ട്രിക് ബൾബ്. ആൻഡ് ഇൻ ഇലക്ട്രിക് ഹീറ്റർ അല്ലെ, ഹീറ്റിംഗ് എഫക്ട് ഇസ് seen in അയൺ ബോക്സ്, ഹീറ്റർ, അയൺ ബോക്സ്, കുറെ സാധനങ്ങളുണ്ട് അല്ലെ. എക്സാമ്പിൾസ് കുറെ ഉണ്ട്. ഹീറ്റിംഗ് അപ്ലയൻസസ് എന്ന് പറയാം, നമുക്ക് മൊത്തത്തിൽ പറയാം. ഇൻ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് ദ എഫക്ട് ഇസ് ഹീറ്റിംഗ് എഫക്ട്. അപ്പൊ അതിൽ വാട്ട് ഇസ് ദ ചേഞ്ച്, എനർജി ചേഞ്ച് ഇൻ ഹീറ്റിംഗ് അപ്ലയൻസസ്? എനർജി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. ദെൻ കെമിക്കൽ എനർജി. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാട്ടെ. ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എനർജി ആവുന്നത്. വെരി ഗുഡ്. സ്റ്റോറേജ് ബാറ്ററി. അതിനകത്ത് എന്താ? സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ് ഓർ ഡിസ്ചാർജിങ്? ചാർജിങ്. ഓർമ്മിക്കണം, വൈൽ ചാർജിങ് ആണ് കേട്ടോ. ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. പ്ലഗിൽ കുത്തി അത് ഓൺ ചെയ്യുമ്പോൾ ചാർജിങ് എന്ന് പറയാം. നമ്മൾ മൊബൈൽ ഫോണെല്ലാം ചാർജ് ചെയ്യുന്ന പറയുന്നത് എങ്ങനെയാ? അതിലെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലഗിൽ കുത്തി ഓൺ ചെയ്യും. അപ്പൊ അത് ചാർജിങ് എന്ന് പറയാം. സോ അറ്റ് ദാറ്റ് ടൈം the electrical energy is converted to chemical energy. അപ്പൊ അതിൽ ബാറ്ററിയിലുള്ള കെമിക്കൽ എനർജി ആയിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് തിരിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചാലോ, വൈൽ ഡിസ്ചാർജിങ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തോ ഇൻവെർട്ടറും എല്ലാം കെമിക്കൽ എനർജി ഇസ് converted to electrical energy. കെമിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഇപ്പൊ നമ്മളെ വീട്ടിൽ ഇൻവെർട്ടർ തന്നെ. ഇൻവെർട്ടർ കറണ്ട് ഉള്ള സമയത്ത് അതെപ്പോഴും ചാർജിങ്ങിലായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ പ്ലഗിൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജിയാണ് ആ ഇൻവെർട്ടറിലേക്ക് പോകുന്നത്. അത് സ്റ്റോർ ചെയ്ത് വെക്കും, കെമിക്കൽ എനർജി ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. കറണ്ട് ഇല്ലാത്ത സമയത്താണ് അത് ഡിസ്ചാർജിങ് എന്ന് പറയാം. അപ്പൊ കറണ്ട് ഇല്ലാത്ത സമയത്ത് അതിൽ നിന്ന് ഡിസ്ചാർജിങ് ആണ് നടക്കുക. ഡിസ്ചാർജിങ് സമയത്ത് അതിൽ സ്റ്റോർ ചെയ്ത കെമിക്കൽ എനർജി നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമുക്ക് വീട്ടിൽ കിട്ടും. അടുത്ത മെക്കാനിക്കൽ എനർജി. എക്സാമ്പിൾ മിക്സി, ഗ്രൈൻഡർ, മോട്ടർ എക്സെട്ര അല്ലെ. മോട്ടോർ എക്സെട്ര. ഇതിൽ എനർജി ചേഞ്ച് എന്താ? electrical energy, electrical energy to
Mechanical energy. energy. So mechanical effect electrical energy is converted to mechanical energy. അതാണ് നമ്മൾ ഫസ്റ്റത്തെ പഠിച്ചത്. So from this it is clear that what is the major advantage of this electric energy? ഇതിൽ നല്ല നമുക്ക് ക്ലിയർ ആവുന്ന എന്താ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് ഇലക്ട്രിക് എനർജിന്റെ? Electrical energy Very good. Electrical energy can easily converted to different forms of energy. Like different forms, light energy akka, heat energy akka, chemical energy akka, mechanical energy akka, electrical energy na. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ എന്താണ് അഡ്വാൻറ്റേജ്. Then we discussed heating effect of electric current. അതിനുശേഷം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച രണ്ട് ഇഫക്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് ഹീറ്റിംഗ് എഫക്റ്റും സെക്കൻഡ് വൺ ലൈറ്റിംഗ് എഫക്റ്റും. അപ്പൊ ഫസ്റ്റ് വി ഡിസ്കസ് ഹീറ്റിംഗ് എഫക്ട് അല്ലെ, ഹീറ്റിംഗ് എഫക്ട്. അപ്പൊ സോ ഹീറ്റിംഗ് എഫക്ട് ഫസ്റ്റ് എന്താ നമുക്ക് ഓർമ്മ വരേണ്ട, ലോ ഏതാ? അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ ശ്രദ്ധിച്ചോ? വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ് ത്രൂ എ കണ്ടക്ടർ അല്ലെ, ബാറ്ററി കൊടുത്ത് ഒരു കണ്ടക്ടർ, ഒരു വയർ, കോപ്പർ വയറോ എന്തെങ്കിലും കോപ്പർ ഒരു മെറ്റൽ പീസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ പഠിച്ച്? എന്താ ഉണ്ടാവുക? പറ. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഹീറ്റ് പ്രൊഡ്യൂസ് ഇൻ എ കണ്ടക്ടർ അല്ലെ, ഹീറ്റ് പ്രൊഡ്യൂസ് ഇൻ എ കണ്ടക്ടർ is H. This H is proportional to the square of the current. ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ടിന്റെ സ്ക്വയറിന്. Also it is proportional to the resistance of the conductor. ഈ കണ്ടക്ടറിനുള്ള റെസിസ്റ്റൻസിന്. And also it proportional to the time of flow of current. നമ്മൾ എത്ര നേരം ഈ സ്വിച്ച് ഓൺ ചെയ്ത് ബാറ്ററി കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്, എത്ര ടൈം. So it also proportional to the time of flow of current. This law is called what? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ്. ഈ ലോന്റെ പേര് Joule's law. Joule's law. Joule's law. അപ്പൊ so Joule's law states that heat produced in a current carrying conductor is proportional to the square of product of, ഇതിന്റെ എല്ലാത്തിന്റെ പ്രോഡക്റ്റ് അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇത് പ്രോഡക്റ്റ് എന്ന് പറയാം. പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. മനസ്സിലായില്ലേ? സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ആൻഡ് ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. ഇതാണ് ജൂൾസ് ലോ. അത് എപ്പോഴും ചോദിക്കും. ജൂൾസ് ലോയില് ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഹീറ്റ് ഇൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ? വാട്ട് ആർ ദ 3 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഹീറ്റ് ഇൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ? പറ. അങ്ങനെ ചോദിച്ചാൽ എഴുതുക. Current, resistance, കറണ്ട്, time. ടൈം. കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം. ഈ 3 ഫാക്ടറിനെയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് കറണ്ട്, അതായത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഹീറ്റ്, പിന്നെ ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. ക്ലിയർ? ഓക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇതാ ജൂൾസ് ലോ പറഞ്ഞ് അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത്, പിന്നെ നമ്മൾ ഈ എച്ചിന്റെ 3 ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ വാട്ട് ആർ ദ 3 ഇക്വേഷൻസ് ഫോർ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ? വൺ ഇസ് I square RT, then VIT, പിന്നെ V square by R into T. അപ്പൊ ഇതാണ് ഹീറ്റിന്റെ 3 ഇക്വേഷൻ. പിന്നെ നമ്മൾ പവർ എന്താന്ന് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് പവർ? Power is equal to work done in unit time or work by time, or it is also equal to heat by time. അല്ലെ, വർക്കും ഹീറ്റും സെയിം ആണ് വർക്ക്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഹീറ്റ് ബൈ ടൈം കണ്ടാലും മതി. സോ വാട്ട് ആർ ദ 3 ഇക്വേഷൻസ് ഫോർ പവർ? ഇവിടെ തന്നെ നമുക്ക് ടൈമിനെ കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് പവറിന്റെ 3 ഇക്വേഷൻസ് കിട്ടും. എന്തെല്ലാം? I square R, VI, V square by R. So these are the 3 equations for heat and power. Clear? Heat and power. ഇതാണ് നമ്മളെ 3 ഇക്വേഷൻസ്, ഹീറ്റിന്റെയും പവറിന്റെയും. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിന് യൂണിറ്റും കൂടെ പറയണം അല്ലെ. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ഹീറ്റ്? ഹീറ്റിന്റെ യൂണിറ്റ് എന്നാ? പറ. ജൂള്. Unit of heat is joule and it is represented by J. What is the unit of power? Watt. W. It is represented by
ഡബ്ല്യു. കണക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് തന്ന ഫാക്ടേഴ്സ് ചില കണക്കില് കറണ്ടും റെസിസ്റ്റൻസും ടൈമും തന്നിട്ട് ഹീറ്റ് കാണാൻ പറയും. അപ്പൊ ഈ എന്താ കേട്ടിട്ടില്ല? ഓക്കെ, അപ്പം കറണ്ടും റെസിസ്റ്റൻസും ടൈമും തന്ന ഹീറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. വോൾട്ടേജ് കറണ്ട് ടൈം തന്ന ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. വോൾട്ടേജ് റെസിസ്റ്റൻസ് ടൈമാ തന്നിട്ടുണ്ടെങ്കിൽ തേർഡ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴും കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് യൂണിറ്റ് ഇടണം. ഇക്വേഷൻ എഴുതുന്നതിനും യൂണിറ്റ് ഇടുന്നതിനും പ്രത്യേക മാർക്ക് ഉണ്ട്. മനസ്സിലായല്ലോ? ടൈം നമുക്ക് ചിലപ്പോൾ മിനിറ്റിലായിരിക്കും തരാം, അതിന് എപ്പോഴും സെക്കൻഡിലേക്ക് ആക്കാൻ മറക്കരുത്. കറണ്ട് ആംപിയറിലായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് വോൾട്ടിലാണ്, ടൈം സെക്കൻഡിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ മിനിറ്റിലായിരിക്കും തന്നിട്ടുണ്ടാവുക, അത് നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ജൂൾസ് ലോ പറഞ്ഞു, ഹീറ്റിംഗ് എഫക്ട് ജൂൾസ് ലോ പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ കുറച്ച് പ്രോബ്ലംസ് എല്ലാം ചെയ്ത് ഹീറ്റർ 1 ഹീറ്റർ 2 എല്ലാം. പിന്നെ ഈ ഒരു പ്രോബ്ലം അതായത് ഈ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാ അല്ലെ? ഇതിലെന്നാ 2 different circuits which can be constructed using 6 volt battery, 6 volt 2 ampere battery, 3 watt 6 volt bulb and switch are given. Construct these circuit and operate it. Write down the answers based on the observation. ഇങ്ങനത്തെ ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കലുണ്ട് കേട്ടാ. ഇങ്ങനെയുള്ള അതായത് കൺസ്ട്രക്ട് ചെയ്യാനല്ല, ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറയും, അത് ചോദിക്കലുണ്ട്. അപ്പൊ ഇവിടെ 6 വോൾട്ട് ബാറ്ററിയാണ്, 3 വാട്ടാണ് ബൾബിനുള്ളത്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ, അത് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പൊ അത് രണ്ട് ഇതിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. വാട്ട് ഇസ് ദിസ് കണക്ഷൻ, സീരീസ് ഓർ പാരലൽ? Parallel connection അല്ലെ? Parallel connection. This connection is series connection. Okay, this connection is series connection. അപ്പം നമുക്ക് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, സീരീസിലാണ് നമുക്ക് പാരലലിലാണ് നമ്മൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെ ഓരോന്നിനും കിട്ടുക. വോൾട്ടേജ് സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എല്ലാ ഡിവൈസിലും ഈക്വൽ ആയിട്ട് പാരലൽ കണക്ഷനിൽ കിട്ടും. So that is why we are using parallel connection in our household wiring. അല്ലെ? നമ്മൾ വീട്ടിലെ വയറിംഗിലെല്ലാം നമ്മൾ പാരലൽ കണക്ഷൻ യൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും അതന്നെ സെയിം വോൾട്ടേജ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പാരലൽ കണക്ഷൻ കൊടുക്കുന്നത്. വേറൊരു യൂസും കൂടി ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചത്. വാട്ട് ആർ ദ 2 advantages of parallel connection in household wiring? എന്തല്ല, എന്തുകൊണ്ടാ നമ്മൾ പാരലൽ കണക്ഷൻ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഒന്നിപ്പോ ഞാൻ പറഞ്ഞ ഈക്വൽ പറ. It can be controlled switch. high switch. Very good. Each device can be controlled by different switch. ഇതിൽ ചിലപ്പോൾ ഒന്ന് ഫാനും ഒന്ന് ലൈറ്റും എല്ലാവർക്കും വീട്ടിലുണ്ടാവുക. അപ്പോൾ എല്ലാത്തിനും ഓരോ സ്വിച്ച് വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് പോയിന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പോയിന്റ്, ഈച്ച് ഡിവൈസ് ഹാവ് ഈക്വൽ വോൾട്ടേജ്, ഈച്ച് ഡിവൈസ് വിൽ ഗെറ്റ് ഈക്വൽ വോൾട്ടേജ് അല്ലെ? പാരലൽ കണക്ഷനിൽ ഈച്ച് ഡിവൈസ് വിൽ ഗെറ്റ് ഈക്വൽ വോൾട്ടേജ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഇസ് സെയിം ഇൻ പാരലൽ കണക്ഷൻ. അതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ മുന്നത്തെ കൊല്ലത്തെ SSC എക്സാമിന് ചോദിച്ചതാണ്. എന്തെന്ന്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് പാരലൽ കണക്ഷൻ ഇൻ ഹൗസ് ഹോൾഡ് വയറിംഗ്? അപ്പൊ എന്താ അതിന്റെ ആൻസർ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, ഈച്ച് ഡിവൈസ് വിൽ ഗെറ്റ് ഈക്വൽ വോൾട്ടേജ്, ആൻഡ് സെക്കൻഡ് വൺ, ഈച്ച് ഡിവൈസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഡിഫറെന്റ് സ്വിച്ച്. അതിപ്പം ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാ, ഈ ബൾബിന്റെ ഈ ക്വസ്റ്റ്യനിൽ പാരലൽ, അപ്പൊ അതുകൊണ്ട് തന്നെ സെയിം വോൾട്ടേജ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ബൾബ് രണ്ടും നല്ല ഒരേ ഈക്വൽ ഇതിൽ തന്നെ ബ്രൈറ്റ്നെസ് ഇന്റൻസിറ്റി തന്നെ ഇന്റൻസിറ്റിയുള്ള ലൈറ്റ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ സീരീസിലാണെങ്കിലോ ഇതിന്റെ കുറച്ച് ഭാഗം 6 വോൾട്ട് ആണെങ്കിൽ ഇവിടെ 3 വോൾട്ടും ഇവിടെ 3 വോൾട്ടും മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിന് പകുതി പകുതിയായിട്ട് കുറച്ച് ഭാഗം ഇവിടെയും കുറച്ച് ഭാഗം ഇവിടെയേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ബൾബും എന്തല്ല ഈക്വൽ ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല. അതാണ് സീരീസിന്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ചോദിച്ചില്ല, ഇൻ വിച്ച് സർക്യൂട്ട് ഡസ് ദ ബൾബ് ഗ്ലോ വിത്ത് ഹൈ ഇന്റൻസിറ്റി? അപ്പൊ ഞാൻ പറഞ്ഞാൽ ഏതിലാണ് ബൾബ് നല്ല ഇന്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുക? പാരലൽ. റിമൂവ് വൺ ബൾബ് ഫ്രം ഈച്ച് സർക്യൂട്ട്, വാട്ട് ഡു യു ഒബ്സർവ്? ഇതിന്റെ ഒരു ബൾബ് റിമൂവ് ചെയ്താല് എന്താ സംഭവിക്കുക? മറ്റേ ബൾബും കത്തൂല.
വെരി ഗുഡ്. ബൾബ് ഡസ് നോട്ട് ഗ്ലോ. ഒന്ന് റിമൂവ് ചെയ്താൽ തന്നെ അടുത്തതും കത്തൂല. സീരീസ് ആണെങ്കിലോ, സോറി പാരലൽ ആണെങ്കിലോ It glows. ആ ബൾബ് ഗ്ലോസ്. ഇവിടെ നമ്മൾ ഒരു ബൾബ് മാറ്റി കഴിഞ്ഞാലും അടുത്ത ബൾബ് ഗ്ലോ ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നമ്മൾ സീരീസ് പാരലലിന്റെ കണക്ക് ചെയ്യാൻ പഠിച്ചു, അതിന്റെ ഇക്വേഷൻ പഠിച്ചു അല്ലെ. സീരീസ് കണക്ഷൻ എന്താ, പാരലൽ കണക്ഷൻ എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ അത് ശ്രദ്ധിച്ചോ. സീരീസ് പാരലൽ ഡിഫറൻസ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം. സീരീസ് പാരലൽ ഡിഫറൻസ്, അതായത് റെസിസ്റ്റൻസ് കോമ്പിനേഷൻ. ദർ ആർ 2 types of resistance. 2 combinations are possible: series combination and parallel combination. സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ, എൻഡ് ടു എൻഡ് കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇസ് കോൾഡ് സീരീസ് കണക്ഷൻ. ഒന്ന് കഴിഞ്ഞ് അടുത്തത് കണക്ട് ചെയ്യുന്നതിന് സീരീസ് കണക്ഷൻ എന്ന് പറയും, R1 R2. ഇനി അടുത്തതാ മറ്റേതാണെങ്കിൽ പാരലൽ ആണെങ്കിൽ സൈഡ് ബൈ സൈഡ് കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇസ് കോൾഡ് പാരലൽ കണക്ഷൻ. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് പാരലൽ കണക്ഷൻ എന്ന് പറയും. ഇത് R1, ഇത് R2. ഇതാണ് സീരീസ് പാരലലിന്റെ കണക്ഷനിലുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പിന്നെ എപ്പോഴും നമ്മൾ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യും, കോമൺ ആയിട്ട് ഒരു ബാറ്ററി. അപ്പൊ ഇവിടെ ഈ വോൾട്ടേജ് തന്നെ രണ്ടിലും കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ കൊടുക്കുന്ന വോൾട്ടേജ് R1 കിട്ടും, R2 കിട്ടും. ഇവിടെ ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. R1 V1 എന്നുള്ള വോൾട്ടേജും R2 V2 എന്നുള്ള വോൾട്ടേജും ആണ് കിട്ടുക. സെയിം വോൾട്ടേജ് ആയിരിക്കൂല. ഇവിടെ V ആണെങ്കിൽ ഈ R1 ഈ V കിട്ടും, R2 ഇതേ സെയിം വോൾട്ടേജ് തന്നെ കിട്ടും. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കറണ്ടിന്റെ ഫ്ലോ അറിയാൻ നിങ്ങൾക്ക് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് എന്നാണ് കറണ്ട് മാർക്ക് ചെയ്യുക. ഇതാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിന്റെ ബിഗ് ലൈൻ ഇൻഡിക്കേറ്റ്സ് പോസിറ്റീവ് ആൻഡ് സ്മോൾ ലൈൻ ഇൻഡിക്കേറ്റ്സ് നെഗറ്റീവ്. കറണ്ട് ഇവിടെ ആണെങ്കിൽ കറണ്ട് സീരീസിൽ സെയിം ആണ്. ഇങ്ങനെ ഇനി ഇവിടെ ബ്രാഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കറണ്ട് ഇങ്ങനെ സെയിം ആയിട്ട് തന്നെ ഫ്ലോ ചെയ്യും. സോ ഇൻ സീരീസ് കറണ്ട് ഇസ് സെയിം, ബട്ട് ഇൻ പാരലൽ കറണ്ട് ഇസ് ഡിഫറെന്റ്. കറണ്ട് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ കറണ്ട് രണ്ട് വഴിയിൽ കൂടെ പോകണം. അപ്പൊ കുറച്ച് ഭാഗം ഇത് കൂടെയും കുറച്ച് ഭാഗം ഇതിലൂടെയാ പോവും. അപ്പൊ ഇവിടെ I1 എന്നുള്ള കറണ്ട് പോവും, ഇവിടെ I2 എന്നുള്ള കറണ്ട് പോവും. അപ്പൊ കറണ്ട് ഡിഫറെന്റ് ആണ്, വോൾട്ടേജ് സെയിം ആണ് പാരലലില്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്, വോൾട്ടേജ് ഡിഫറെന്റ് ആണ്, കറണ്ട് സെയിം ആണ്. ഇത്രയും കാര്യമാണ് ഇതിന്റെ ഡിഫറൻസിൽ പറയാനുള്ളത്. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, V ഇവിടെ സീരീസില് വോൾട്ടേജ് ഡിഫറെന്റ്, V ഡിഫറെന്റ്. ഇവിടെ ആണെങ്കിൽ V സെയിം. നെക്സ്റ്റ് കറണ്ട് സെയിം. സീരീസില് കറണ്ട് സെയിം, പാരലലില് കറണ്ട് ഡിഫറെന്റ്. പിന്നെ നമുക്ക് ഇതിന്റെ റെസിസ്റ്റൻസിന്റെ കാര്യമാണ് പറയാനുള്ളത്, മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇതില് സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? R1 plus R2. R1 plus R2. ഇതാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. പാരലൽ കോമ്പിനേഷനിലോ 1 by 1 by R equal. 1 by R equals 1 by R1 plus 1 by R2. 1 by R2. 1 by R2. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? R equals R1 into R2 by R1 plus R2. വെരി ഗുഡ്. R1 into R2 by R1 plus R2. ഇങ്ങനെയും നമുക്ക് എഴുതാം, R1 R2 by R1 plus R2. പിന്നെ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സീരീസിലാണെങ്കിൽ റെസിസ്റ്റൻസ് എന്താ ചെയ്യാ, ഇൻക്രീസ് ആണ് ഡിക്രീസ് ആണ്? ഇൻക്രീസ് അല്ലെ. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ഇൻ സീരീസ് കോമ്പിനേഷൻ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. പാരലൽ ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇപ്പുറം വരുക, എന്താ? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഒന്ന് ഇൻക്രീസ്, ഒന്ന് ഡിക്രീസ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഡിഫറൻസ്, നമ്മൾ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇഫ് ഓൾ ദ റെസിസ്റ്റൻസ് ആർ സെയിം, ദാറ്റ് ഈസ് R1 R2 കുറെ എണ്ണം ഉണ്ട്, കുറെ റെസിസ്റ്റൻസ് ഉണ്ട്, എല്ലാം സെയിം ആണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എല്ലാം കുറെ എണ്ണം സീരീസ് കണക്ട് ചെയ്ത് എല്ലാത്തിന്റെ വാല്യൂ R R R അങ്ങനെ എണ്ണം ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്? R into N. വെരി ഗുഡ്. വെരി ഗുഡ്. N into R അല്ലെങ്കിൽ R into N, NR. ഇനി പാരലൽ ആണ് അങ്ങനെ കുറെ റെസിസ്റ്റൻസ് ഉള്ളതെങ്കിലോ സെയിം ആണെല്ലാം, അങ്ങനെയാണെങ്കിൽ R equals R by N. R by N. R by N. ഓക്കെ.
പിന്നെ ഒരു ഡിഫറൻസും കൂടെ നമ്മൾ പറഞ്ഞു. എന്താ ഇപ്പൊ പറഞ്ഞ ഡിഫറൻസ് തന്നെ? എന്താ പറഞ്ഞ? ക്യാൻ ബി കൺട്രോൾഡ് ബൈ സ്വിച്ച്. ഏതില്? parallel. പാരലല് ഈച്ച് റെസിസ്റ്റൻസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഡിഫറെന്റ് സ്വിച്ച്, സെപ്പറേറ്റ് സ്വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് ബൈ സ്വിച്ച്, ബൈ സെപ്പറേറ്റ് സ്വിച്ച്. ഇവിടെ ആണെങ്കിലോ, ഇവിടത്താണെങ്കിൽ cannot be controlled അല്ലെ, cannot be controlled by separate switch. Each resistance cannot be controlled by separate switch. Okay. നെക്സ്റ്റ് വേറൊന്ന് നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട്. നേരത്തെ പഠിച്ച രണ്ട് കാര്യം, സീരീസും പാരലലിന്റെ രണ്ട് കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ പഠിച്ചതാണ്, എപ്പോ എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചാൽ സീരീസ് പാരലൽ. അതിന് മുന്നേ നിങ്ങൾക്ക് അറിയാം, രണ്ട് മീറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് വോൾട്ട് മീറ്റർ ആൻഡ് വാട്ട് ഇസ് അമ്മീറ്റർ? Measure the volt. വോൾട്ടേജ് അല്ലെ. സോ ദ ഇൻസ്ട്രുമെന്റ് വിച്ച് യൂസ് ടു മെഷർ വോൾട്ടേജ് ഇസ് കോൾഡ് വോൾട്ട് മീറ്റർ. അമ്മീറ്റർ എന്ന് പറഞ്ഞാലോ, ടു മെഷർ ദ current. കറണ്ട്. അപ്പൊ ഐ മെഷർ ചെയ്യുന്ന ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. കറണ്ട് മെഷർ ചെയ്യുന്നത് അമ്മീറ്റർ യൂസ് ചെയ്തിട്ടും വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് വോൾട്ട് മീറ്റർ യൂസ് ചെയ്തിട്ടും. ഇതിൽ ഏതാണ് പാരലൽ എപ്പം കണക്ട് ചെയ്യുക, ഏതാണ് സീരീസിൽ കണക്ട് ചെയ്യേണ്ടത്? Parallel voltmeter. Ammeter series. Ammeter. വെരി ഗുഡ്. അത് നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതിയെ. ഏതാണ് കോൺസ്റ്റന്റ് അല്ലെ? വോൾട്ടേജ് ഏതിലാ കോൺസ്റ്റന്റ്? പാരലൽ അല്ലേ കോൺസ്റ്റന്റ്. അപ്പൊ അവിടെയാണ് ആ വോൾട്ട് മീറ്റർ ആണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. അത്ര ആലോചിച്ചാൽ മതി. നമ്മൾ പാരലലിലാണ് വോൾട്ടേജ് കോൺസ്റ്റന്റ് എന്ന് പഠിച്ചത്, വോൾട്ടേജ് സെയിം എന്ന് പഠിച്ചത്. അപ്പൊ വോൾട്ട് മീറ്റർ എപ്പോഴും പാരലലിൽ കണക്ട് ചെയ്യണം. കറണ്ട് സെയിം എവിടെയാ, എങ്ങനെയാ? സീരീസ് കണക്ഷനിലാണ് കറണ്ടില് സെയിം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അതും നമ്മളെ ടെക്സ്റ്റിന്റെ ബാക്കത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് എക്സാമിന് ചോദിക്കലുണ്ട്. അപ്പൊ എങ്ങനെയാ? വോൾട്ട് മീറ്റർ ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ, അമ്മീറ്റർ ഇസ് കണക്റ്റഡ് ഇൻ സീരീസ്. അതേപോലെ നമുക്ക് രണ്ട് കാര്യം പറയാം. ഈ ഹൗസ് ഹോൾഡ് വയറിംഗില് എല്ലാ ഇൻസ്ട്രുമെന്റ്സും എങ്ങനെയാണെന്ന് കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ഡിവൈസസ് എങ്ങനെ കണക്ട് ചെയ്യുന്നത്? പാരലലോ സീരീസോ? അപ്പൊ എല്ലാ ഡിവൈസസ് ഇൻ ഹോം ആർ കണക്റ്റഡ് ഇൻ പാരലൽ കണക്ഷൻ or ആർ കണക്റ്റഡ് ഇൻ പാരലൽ എന്ന് പറയാം. അതേപോലെ അവിടുത്തെ പക്ഷെ വീട്ടിലുള്ള വേറൊരു സാധനം നമ്മൾ പഠിച്ചത് തന്നെയാ, അത് സീരീസിലാണ് കണക്ട് ചെയ്യുക. ഏതാ? Fuse wire. വെരി ഗുഡ്. ഫ്യൂസ് അല്ലെ. ഫ്യൂസ് എപ്പോഴും സീരീസ് കണക്ട് ചെയ്യണം. ഇതും നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓർത്ത് വെക്കണം. വോൾട്ട് മീറ്റർ പാരലൽ, അമ്മീറ്റർ സീരീസ്. ഫ്യൂസ് സീരീസ്, ഹോമിലുള്ള ഡിവൈസസ് എല്ലാം പാരലൽ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് നമ്മൾ കുറച്ച് കണക്ക് റെസിസ്റ്റൻസ്, സീരീസ്, പാരലൽ എല്ലാം ചെയ്ത് അതിനുശേഷം നമ്മൾ പഠിച്ചത് ഹീറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ അല്ലെ. ഹീറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് കുറച്ച് ഡിസ്കസ് ചെയ്ത്, ഇമ്മേർഷൻ ഹീറ്റർ, പിന്നെ അതേപോലെ തന്നെ സോൾഡറിങ് അയൺ ബോക്സ്, അങ്ങനെ കുറെ ഡിവൈസസ്, ഹീറ്റിംഗ് അപ്ലയൻസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത്. അപ്പൊ അതാണ് ഇനി പഠിച്ചത്. രണ്ട് ഡിവൈസസ് ആണ്, ഒന്ന് ഹീറ്റിംഗ് അപ്ലയൻസും പിന്നെ ലൈറ്റിംഗ് അപ്ലയൻസും. അതാണ് ലൈറ്റിംഗ് എഫക്ട്, ഹീറ്റിംഗ് എഫക്ട് ആണ് ഈ ചാപ്റ്ററിൽ പിന്നെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിച്ചോ. നമ്മൾ പഠിച്ച ഹീറ്റിംഗ് അപ്ലയൻസസില് മെയിൻ പാർട്ട് അല്ലെ, ഹീറ്റിംഗ് അപ്ലയൻസ് പഠിച്ചു. ഹീറ്റിംഗ് അപ്ലയൻസ് അതിന്റെ മെയിൻ പാർട്ട് എന്നാ? മെയിൻ പാർട്ട് Coil. വാട്ട് ഇസ് മെയിൻ? ഹീറ്റിംഗ് കോയിൽ ആൻഡ് വിച്ച് ഇസ് മെയ്ഡ് ഓഫ് വാട്ട്? എന്തിനെ കൊണ്ട് ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിട്ടുള്ള? നിക്രോം. വാട്ട് ഇസ് നിക്രോം? 3 മെറ്റൽ ഉണ്ട് അല്ലെ. എന്തെല്ലാം? നിക്കൽ, ക്രോമിയം, അയൺ. ഇതാണ് ഹീറ്റിംഗ് അപ്ലയൻസ്. ഇനി നെയിം ദ 2 ഇൻസ്ട്രുമെന്റ് that has not heating coil. Microwave oven, induction. Very good.
മൈക്രോവേവ് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് അപ്ലയൻസിന് മാത്രം. ഹീറ്റിംഗ് കോയിൽ ഇല്ല, അത് വേറെ വിധത്തിലാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിനും എന്തുണ്ട്, നമുക്ക് ഹീറ്റിംഗ് കോയിൽ ഉണ്ട്. ആ ഹീറ്റിംഗ് കോയിൽ നിക്കൽ, ക്രോമിയം, അയൺ എന്നുള്ള അലോയിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് നിക്രോം? നിക്രോമിന്റെ പെക്യുലാരിറ്റീസ് നമ്മൾ ആദ്യം കുറെ ഹൈന്റെ കാര്യം പറയാം. ഹൈ ആയിട്ടുള്ള കുറച്ച് കാര്യം. ഹൈ റെസിസ്റ്റിവിറ്റി അല്ലെ, റെസിസ്റ്റിവിറ്റി, പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ദെൻ ഹൈ ഡക്റ്റിലിറ്റി. പിന്നെ എന്താ ഇതിന്റെ വേറൊരിത്, എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് ഫോർ എ ലോങ് ടൈം. റെഡ് ഹോട്ട് ഫോർ എ ലോങ് ടൈം അല്ലെ, വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഇത് ഓക്സിഡൈസ്ഡ് ആവാണ്ട് കുറെ നേരം റെഡ് ഹോട്ട് ആയിട്ട് നിൽക്കും. എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് ഫോർ എ ലോങ് ടൈം, അതാണ് ഇതിന്റെ ഒരു ഇത്, വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ വി ആർ നോട്ട് യൂസിങ് നിക്രോം ഇൻ ഫിലമെന്റ് ലാമ്പ്? എന്തുകൊണ്ടാണ് നിക്രോമിനെ യൂസ് ചെയ്യാത്തതിന്റെ കാരണം എന്താ? റെഡ് ഹോട്ട്. വെരി ഗുഡ്. നിക്രോം റെഡ് ഹോട്ടേ ആവുള്ളൂ, അതിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇതില്ല. മനസ്സിലായില്ലേ? ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് ലൈറ്റ്. ഇറ്റ് ബിക്കം റെഡ് ഹോട്ട് ഫോർ എ ലോങ് ടൈം. അപ്പൊ അത് റെഡ് ഹോട്ട് ആയിട്ടേ ഉള്ളൂ, അതിന് ലൈറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. ടങ്സ്റ്റൺ അങ്ങനെയല്ല. ടങ്സ്റ്റൺ എന്ത് ചെയ്യാൻ പറ്റുമോ, പിന്നെ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടി ടങ്സ്റ്റൺ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഹീറ്റിംഗ് അപ്ലയൻസ് പറഞ്ഞ്, നിക്രോമിന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു. പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിവൈസും കൂടെ, ഹീറ്റിംഗ് ഡിവൈസും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്ത പേജിലുള്ള. എന്താ പറ? ഇതാണ് സേഫ്റ്റി ഫ്യൂസ്. അപ്പൊ നമ്മളെ സേഫ്റ്റി ഫ്യൂസ് പഠിച്ചത്, സേഫ്റ്റി ഫ്യൂസ്. അപ്പൊ സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫ്യൂസ് വയർ, ഇതിന്റെ മെയിൻ പാർട്ട് ഫ്യൂസ് വയർ, ഒരു തിൻ വയർ ആണ്. ഇതെന്തിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്യൂസ് വയർ? It is an alloy of tin and lead. Tin and lead. It is an alloy of tin and lead. പിന്നെ ഇവിടെ ഇതിന്റെ എന്താ സ്പെഷ്യാലിറ്റി, എന്താ ഈ ഫ്യൂസ് വയറിന്റെ പെക്യുലാരിറ്റി? Low melting point. Very good. It has low melting point. Tin and lead ആണ്, ഇതിനെന്താ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂസ് വയർ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്യൂസ് വയർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്. അപ്പൊ ഇങ്ങനെ സർക്യൂട്ടിൽ സീരീസിലാണ് ഫ്യൂസ് വയർ കണക്ട് ചെയ്യുക. ഇത് സർക്യൂട്ടിൽ ഒരു ബൾബ് ഉണ്ടെന്ന് വെച്ചാൽ ഇത് ഫ്യൂസ് വയർ, ഇത് ബൾബ്. ഇവിടെയാണ് നമ്മൾ ഈ വോൾട്ടേജ് കൊടുക്കുന്നത്. AC ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരക്കും കേട്ടോ, AC വോൾട്ടേജ് 230 വോൾട്ട് കൊടുക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക ശരിക്കെന്നാ, ഇത് എന്ത് പറ്റും പറ? ഫ്യൂസ് വയർ എങ്ങനെ വർക്ക് ചെയ്യുന്ന പറഞ്ഞോ? when over current reaches the circuit by overloading or short circuit. എങ്ങനെയെല്ലാം ഓവർ കറണ്ട് എത്താം? രണ്ട് വിധത്തിൽ ഓവർ കറണ്ട് എത്താം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓവർ കറണ്ട്, എക്സസ് കറണ്ട്. എങ്ങനെയാ? ഷോർട്ട് സർക്യൂട്ട് ഓർ ഓവർലോഡിങ്. ഓവർലോഡിങ്. അപ്പൊ ഈ രണ്ട് വിധത്തിൽ നമ്മളെ സർക്യൂട്ടിൽ എക്സസ് കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നാ പറ്റുക? ദ ഫ്യൂസ് വയർ വിച്ച് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് ബിക്കംസ് ഹോട്ട്. അത് ഭയങ്കര പെട്ടെന്ന് ചൂടാവും. And because of its low melting point, it will melt. So the current flow stops. അപ്പൊ ഇത് ഉരുകിപ്പോയി, മെൽറ്റ് ചെയ്ത് പോയി. അപ്പൊ ഇവിടെ ഒന്നും ബാക്കിയില്ല, ഇവിടെ ഒരു ഇതുമില്ല. അപ്പൊ ഇവിടെ വെച്ച് കറണ്ടിന് ഇങ്ങോട്ട് പോകാൻ വഴിയില്ല. അപ്പൊ കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആവും. അപ്പൊ നമ്മളെ ഡിവൈസസ് പ്രൊട്ടക്റ്റഡ് ആവും. സോ ദിസ് ഇസ് ദ വർക്കിംഗ് ഓഫ് സേഫ്റ്റി ഫ്യൂസ്. മനസ്സിലായില്ലേ? അതെപ്പോഴും ചോദിക്കുന്നതാണ് ഫ്യൂസിന്റെ. അപ്പൊ ഓർഡിനറി കണ്ടീഷനിൽ എന്തുകൊണ്ടാ ഇത് ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യാത്ത? ഓവർ കറണ്ട് ഇല്ലാത്ത സമയത്ത് എന്തുകൊണ്ടാ? ഓവർ കറണ്ട് ഇല്ലാത്ത സമയത്ത് അത് അത്ര ഓവർ ഹീറ്റിംഗ് ആവുന്നില്ല. ചെറിയ ഹീറ്റേ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ ഹീറ്റ് നമ്മളെ സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. കുറച്ച് ഹീറ്റ് ആകുമ്പോൾ അത് പെട്ടെന്ന് സറൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അല്ലാണ്ട് എക്സസ് ഹീറ്റ് ആവുമ്പോൾ അതിന് പെട്ടെന്ന് അത് മെൽറ്റ് ആയി പോവാം. Okay. Next, what are the factors that
അല്ലെങ്കിൽ what are the precautions to be taken while fuse wire is included in a circuit? ഒരു വയറിംഗ് നമ്മൾ ഫ്യൂസ് ഇടുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, അതിന്റെ പ്രോപ്പർ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ സെലക്ട് ചെയ്യണം അല്ലെ. യൂസ് ദ ഫ്യൂസ് വയർ ഓഫ് പ്രോപ്പർ ആംബിയറേജ്. നമുക്കറിയാം എല്ലാ ഇതിനും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്യൂസ് വയർ ഓരോ സർക്യൂട്ടിനനുസരിച്ചിട്ട് ഫ്യൂസ് ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള അനുസരിച്ചിട്ടുള്ള ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ വാങ്ങണം. പിന്നെ എൻഡ്സ് ഓഫ് ദ ഫ്യൂസ് മസ്റ്റ് ബി കണക്റ്റഡ് ഫേംലി ടു ദ അപ്രോപ്രിയേറ്റ് പോയിന്റ്. അപ്രോപ്രിയേറ്റ് പോയിന്റിൽ ഫ്യൂസ് വളരെ കൃത്യമായിട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ആംബിയറേജിന്റെ ഇക്വേഷൻ എന്താ? വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ആംബിയറേജ് ഓർ വാട്ട് ഇസ് ആംബിയറേജ്? ഇസ് ദ power by പവർ ബൈ വോൾട്ടേജ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് പവർ ആൻഡ് വോൾട്ടേജ്. അതിന്റെ യൂണിറ്റ് ആംബിയർ തന്നെ. ആംബിയറേജ് എന്ന് പറഞ്ഞാൽ ആംബിയർ തന്നെ യൂണിറ്റ്. ഓക്കെ. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ച കാര്യം, അത് കഴിഞ്ഞ് അടുത്തതാണ് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പഠിച്ചത് അല്ലെ. ലാസ്റ്റ് നമ്മൾ ലൈറ്റിംഗ് ഇഫക്റ്റ് പഠിച്ചു. ലൈറ്റിംഗ് ഇഫക്റ്റ്, ലൈറ്റിംഗ് ഇഫക്റ്റിൽ ഫസ്റ്റ് പഠിച്ചത് നമ്മൾ പഴയ ടൈപ്പ് ഫിലമെന്റ് ലാമ്പ് ആണ്. ഇതിന്റെ പേര് ഇൻകാൻഡസെന്റ് ലാമ്പ് എന്നാണ് കൂടെ പറയും. വൈ ഇറ്റ് ഇസ് കോൾഡ് ഇൻകാൻഡസെന്റ് ലാമ്പ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇൻകാൻഡസെന്റ് ലാമ്പ്? ഇൻകാൻഡസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. ഇൻകാൻഡസെന്റ് മീൻസ് ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. അപ്പൊ ഇൻകാൻഡസെന്റ് ലാമ്പ് ആണ്. ഇതിന്റെ മെയിൻ പാർട്ട് എന്താ? വാട്ട് ഇസ് ദ മെയിൻ പാർട്ട് ഓഫ് ദിസ് ഇൻകാൻഡസെന്റ് ലാമ്പ്? tungsten filament. ടങ്സ്റ്റൺ ഫിലമെന്റ്. ടങ്സ്റ്റൺ ഫിലമെന്റ്, അതിന്റെ ഉള്ളിലത്തെ ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് ഇൻകാൻഡസെന്റ് ലാമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ മെയിൻ പാർട്ട്. ഈ ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ ടങ്സ്റ്റണിന്റെ പ്രത്യേകത എന്തല്ല? ടങ്സ്റ്റണിനും എന്തെല്ലാം ഉണ്ട് പെട്ടെന്ന് ചൂടാവാൻ? ഹൈ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ. അത് രണ്ടും സെയിമാ. അത് ഇതിനും അതിനും എല്ലാം സെയിമാ. പിന്നെ ഒറ്റയൊരു ഡിഫറൻസ്, മറ്റേത് റെഡ് ഹോട്ട് ആവും. ഇതെന്താ ശരിക്ക്? It has the ability to emit white light in the white hot condition. ഇത് white hot ല് white light emit ചെയ്യും. White light in white hot condition. Red hot ആവുന്നില്ല, white hot തന്നെ ഇത് white light emit ചെയ്യും. അതാണ് ഈ ടങ്സ്റ്റന്റെ പ്രത്യേകത. ഇനി അടുത്തത് ടങ്സ്റ്റൺ ഫിലമെന്റ് നമ്മൾ പറഞ്ഞു ഇതാണെന്നല്ല. പിന്നെ ഇതിന്റെ കുറച്ച് 2 ക്വസ്റ്റ്യൻ വരുന്നത് എന്താ വെച്ചാൽ, എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കാൻ, വൈ ദ ബൾബ് ഇസ് ഇവാക്യുവേറ്റഡ്? എന്തുകൊണ്ട് ബൾബ് ഇവാക്യുവേറ്റ് ചെയ്ത? Avoid oxidation of tungsten. ടു അവോയ്ഡ് ഓക്സിഡേഷൻ. അപ്പൊ ബൾബിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ബൾബ് ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിന്റെ ഉള്ളിൽ നിന്ന് എയർ റിമൂവ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിട്ടാ? ടു പ്രിവെന്റ് ഓക്സിഡേഷൻ. എയറിന്റെ കൂടെ ഓക്സിജൻ ഉണ്ടാവും. ഓക്സിജൻ പെട്ടെന്ന് ടങ്സ്റ്റൺ മെറ്റൽ ആയതുകൊണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ ടു അവോയ്ഡ് ഓക്സിഡേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ, ടു അവോയ്ഡ് ഓക്സിഡേഷൻ. സെക്കൻഡ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ബൾബില് എന്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൾബില് വേപ്പറൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത് ആരെയാ? ഇനേർട്ട് ഗ്യാസിനാ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? നൈട്രജൻ. സോ വൈ നൈട്രജൻ യൂസ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നൈട്രജൻ യൂസ് ചെയ്യാൻ കാരണം? വൈ നൈട്രജൻ? ഒന്ന് നമുക്ക് പറയാൻ പറ്റും, ടു പ്രിവെന്റ് നൈട്രജൻ, അല്ലെങ്കിൽ ഈ എന്താ പറയണ്ടേ, നമ്മള് ഇനേർട്ട് ഗ്യാസ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിട്ടാ? ടു പ്രിവെന്റ് വേപ്പറൈസേഷൻ ആണ്. ശരിക്കും നമുക്ക് ഇനേർട്ട് ഗ്യാസ് ആണ് വേണ്ടത്, ടു പ്രിവെന്റ് വേപ്പറൈസേഷൻ. ഞാൻ ഷോർട്ട് ആക്കിട്ട് ചെയ്യുന്നതാണ് വേപ്പറൈസേഷൻ. ടു പ്രിവെന്റ് വേപ്പറൈസേഷൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ശരിക്കും? ഇനേർട്ട് ഗ്യാസ് അല്ല, ഇനേർട്ട് ഗ്യാസ് is to prevent vaporization, but we are using nitrogen. So why nitrogen? 3 പോയിന്റ് ആണ് അല്ലേ. എന്താ നൈട്രജൻ യൂസ് ചെയ്യാനുള്ള കാരണം? The ready availability of nitrogen. ഫസ്റ്റ് readily available. നമുക്ക് വേഗം കിട്ടും. പിന്നെന്താ? തെർമൽ എക്സ്പാൻഷൻ, ലെസ് തെർമൽ എക്സ്പാൻഷൻ. പിന്നെ തേർഡ് വൺ എന്താ? Behave as inert gas. It behaves like inert gas അല്ലെ. Behaves like inert gas at normal temperature and pressure. Behaves like inert ഗ്യാസിനെ പോലെ തന്നെ ബിഹേവ് ചെയ്യും. ഇത്രയും കാരണമാണ് നമ്മൾ നൈട്രജൻ യൂസ് ചെയ്യാനുള്ള കാരണം. ഇനി വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് ദിസ് ബൾബ് ഇൻകാൻഡസെന്റ് ലാമ്പ്? എന്തെല്ലാം ഡീമെറിറ്റ്സ്? എന്തെല്ലാം ഇതിന്റെ ഡീമെറിറ്റ് എന്തെല്ലാം? Electrical energy is supplied in.
ഇലക്ട്രിക്കൽ എനർജി എന്താ? ഇലക്ട്രിക് എനർജി ഈസ് വേസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇത് ചൂടായിട്ടേ കത്തും. അപ്പൊ എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഷേഡോ ഫോർമേഷൻ. ഷാഡോ ഫോർമേഷൻ. ഡീമെറിറ്റ്സ് ആണ് പറയുന്നത്. ഡീമെറിറ്റ്സ് എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. പിന്നെ ഷാഡോ ഫോർമേഷൻ, അതിലൊരു ഷാഡോ ഉണ്ടാവും. നമുക്കപ്പോ ഇത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റില്ല. ഷാഡോ ഫോർമേഷൻ ഉണ്ടാവും. പിന്നെ എന്താ അടുത്ത? എഫിഷ്യൻസി ലെസ് അല്ല, എഫിഷ്യൻസി ലെസ് ആണ്. പിന്നെ മോർ പവർ കൺസംഷൻ. കുറെ എന്തുവാണ്? മോർ പവർ കൺസംഷൻ, കുറെ പവർ യൂസ് ചെയ്ത്, അല്ലെ വോൾട്ടേജ് കുറെ ബേൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള എനർജി നമുക്ക് കറണ്ട് ബിൽ ഒരുപാട് വരും. അത്രയെല്ലാം ഇതിന് ഡീമെറിറ്റ്സ്. അതിന് പകരം പുതിയ വന്ന ബൾബിന്റെ പേരാണ് ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പിൽ പെടുന്നതാണ് സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, CFL ലാമ്പ്. അപ്പൊ ഇതിന് ഡിസ്ചാർജ് ലാമ്പിൽ നമുക്കറിയാം അങ്ങനെ അവിടെ ഡിസ്ചാർജ് കൊണ്ടാണ്, ഇതിന്റെ 2 ഇലക്ട്രോഡിനിടക്കുള്ള ഗ്യാസിന്റെ ഡിസ്ചാർജ് കൊണ്ടാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനും കുറച്ച് ഇത് മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മോർ ലൈറ്റ് ഒബ്റ്റെയിൻ, നമുക്ക് കുറെ ലൈറ്റ് കിട്ടും. ലെസ് കൺസംഷൻ ഓഫ് എനർജി, ഇലക്ട്രിസിറ്റി, കുറച്ച് ഇലക്ട്രിസിറ്റി മതി ഇതിന്. പിന്നെന്താ? ലോസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഇസ് ലെസ്. ഹീറ്റ് ആയിട്ടൊന്നും നഷ്ടമാകുന്നില്ല. മോർ ലൈഫ് സ്പാൻ, നോ ഷാഡോ ഫോർമേഷൻ. ലൈഫ് കുറെ ടൈം ആയി അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ LED, അതിന്റെ കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ്സ് എന്ന് വെച്ചാൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് അതിന്റെ ഏറ്റവും ഉള്ള ഡീമെറിറ്റ്. അതിന് പകരം വന്ന LEDക്ക് ഫിലമെന്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് LED വളരെ അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതിന് കുറച്ച് പവർ മാത്രമേ വേണ്ടൂ. ഇത്രയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ന് നിർത്താം കേട്ടാ. താങ്ക് യു ടീച്ചർ. ഓക്കെ. അപ്പൊ ലെഫ്റ്റ് അടിച്ചോ നിങ്ങൾ ഇതെന്ന്? നിഹ, ഫാത്തിമ, ബാക്കിയെല്ലാം ലെഫ്റ്റ് അടിച്ചോ? നിഹ പോയാ? നിഹ കുട്ടി പോയാ? ഓക്കെ, എന്നാ ലെഫ്റ്റ് അടിച്ചോ കേട്ടാ.